Hello everyone, welcome back to our channel. നമുക്ക് ഇന്ന് നല്ല പൂ പോലുള്ള പാലപ്പം എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. 250 ml കപ്പിൽ 2 വട്ടം മെഷർ ചെയ്തു. അതായത് 2 കപ്പ് അരി ഞാൻ എടുത്ത് നല്ലപോലെ കഴുകി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 5 hours എങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വയ്ക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വേണം സോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട്. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം എടുത്തിട്ട് പകുതി പാർട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്തു. പകുതി അരി എടുത്ത് ഒരു ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് പൊടിച്ചെടുത്തു. പൊടിച്ചതിന് ശേഷം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. നമ്മൾ സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെ ഉപയോഗിച്ച് നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ ഫെർമെൻറ്റൈസ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്കിതിനെ കപ്പി കാച്ചി എടുക്കണം. കപ്പി കാച്ചി എടുക്കാൻ ആകെ ഒരു തവി മാവ് മാത്രം മതി. അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. വളരെ തിക്കായിട്ടുള്ള മാവാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് പാല് പോലെ വരണം. അതിനുശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ സ്ലോ ആയിട്ട് ചെയ്താൽ മാത്രം മതി. ഫ്ലെയിം ഏറ്റവും കുറച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല പോലെ കുറുക്ക് പോലായി വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതുപോലെ കട്ടയായിട്ട് വന്നെന്ന് വെച്ചാൽ യാതൊരു പ്രോബ്ലവും ഇല്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ചൂടോടെ തന്നെ നമ്മൾ ജാറിൽ ഇടുവാണെങ്കിൽ അടപ്പ് പെട്ടെന്ന് തന്നെ പൊങ്ങിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ തണുക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഇനി ബാക്കി റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാക്കി റൈസിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് അരയ്ക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ആദ്യം അരയ്ക്കാത്തത്. നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് ആകെ അരിയുടെ ആ ഒരു മിക്സ് മാത്രം മതി. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് നമ്മൾ 2 വട്ടം മെഷർ ചെയ്തത്. അതായത് 500 ml, 1/2 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ അരിക്ക് 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പാലപ്പത്തിന് വേണ്ടിയിട്ട്. പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രോസൺ കോക്കനട്ടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തണുപ്പ് മാറിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിലേക്ക് ഒരു തവി ചോറ് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് കളറുള്ള വൈറ്റ് റൈസ് ആണെങ്കിലും ഓക്കെയാണ്. വൈറ്റ് റൈസ് ആണെങ്കിൽ നല്ല വൈറ്റ് കളറിൽ അപ്പം കിട്ടും. ഇതാകുമ്പോൾ കുറച്ചൊരു ഓറഞ്ചിഷ് കളറിലോട്ട് വരും അപ്പം. പക്ഷേ ഈ ഒരു അരിയായിരിക്കും കൂടുതൽ ടേസ്റ്റി. ഇനി അതൊന്ന് അരച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വേവിച്ച മാവുണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ അരയ്ക്കുമ്പോൾ നല്ലപോലെ അരഞ്ഞ് തന്നെ കിട്ടും കേട്ടോ. ഇനി ബാക്കിയുള്ള റൈസ് സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം കൂടി ചേർത്തിട്ട് ആണ് ഞാൻ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലൊക്കെ പറ്റി പിടിച്ച് കുറേ മാവിരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. 2 വട്ടം അതുപോലെ തന്നെ ചെയ്യാം. ഫുള്ളായിട്ട് തന്നെ നമുക്ക് മാവ് കിട്ടും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി കൂടി നോക്കണം. ഒത്തിരി വെള്ളം പോലെ ആയി പോകാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ചേർക്കാം. കുറച്ച് പക്ഷേ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് ഫെർമെൻറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. സാധാരണ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെറിയ കുടിക്കാൻ പാകത്തിനുള്ള ചെറു ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി മിക്സ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ കുറേ ബബിൾസ് ഒക്കെ വരുന്ന കാണാം. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയി എന്നാണ് അർത്ഥം. എന്നിട്ട് ചേർത്ത് കൊടുക്കുക ഈ മാവിലേക്ക്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഫെർമെൻറ്റൈസ് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം കയ്യിലെ ബാക്ടീരിയാസൊക്കെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. ഇനി അത് 8 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു.
ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നല്ലപോലെ ബബിൾസൊക്കെ വന്ന് നല്ല ഹോൾസൊക്കെ ഉള്ള അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് വേണം നമ്മൾ കോരിയെടുക്കാനായിട്ട്. അടിയിലേക്ക് നമ്മുടെ തവി പോകാൻ പാടില്ല. മുകളിലുള്ളത് ഇങ്ങനെ കോരി കോരി എടുത്ത് ഉണ്ടാക്കുക. അപ്പോൾ നിറച്ചും ബബിൾസൊക്കെ ആയിട്ട് കുറേ ഹോൾസൊക്കെയുള്ള നല്ല സോഫ്റ്റ് അപ്പം തന്നെ കിട്ടും. ഇതൊരു തവി ഒഴിച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള അപ്പം കിട്ടും. ഇനി നടുഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന സ്പഞ്ചി ആയിട്ടുള്ള അപ്പം വേണമെങ്കിൽ 1.5 തവി ഒഴിക്കുക. കുറച്ച് എക്സ്ട്രാ മാവ് ഒഴിക്കുമ്പോൾ നടുക്ക് നല്ല കട്ടിയൊക്കെ ഉള്ള രീതിയിലുള്ള അപ്പവും കിട്ടും. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ഉണ്ടാക്കുന്നതിന് മുന്നേ ഉപ്പൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കണം. അതുപോലെ തന്നെ മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഈ അപ്പം ഉണ്ടാക്കുന്നതിന് തൊട്ട് മുന്നേ. അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർ, ചെറിയ മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങയുടെ മധുരം പോരാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ കൂടെയോ ചിക്കൻ സ്റ്റൂവിൻ്റെയൊക്കെ കൂടെ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് press the bell icon. Thank you for watching. We can meet next time. Bye bye.